ശിർക്കാണെന്ന് അവർ ഫത്വ കൊടുത്തു. ഗൈബിയായ വിഷയത്തിൽ ജിന്നുകളെ സഹായം ചോദിക്കുന്നത് ശിർക്കാണ്, അതാണ് അവരെ ഫത്വ. പക്ഷേ എന്തു ചോദിച്ചാലും ശിർക്കാണെന്ന് വ്യാഖ്യാനിച്ചുകൊണ്ടാണ് ആ ഫത്വ അതിൽ ദുരുപയോഗം ചെയ്തിരിക്കുന്നത്. പല അവ്യക്തതകളും അതിലുള്ളത് കൊണ്ടാണ് അതിൽ ഒപ്പിടാൻ മടിച്ചത്. അപ്പൊ ഒപ്പിട്ടിട്ട് പിന്നെ വേറൊന്നും പറയലില്ല, പറയുന്നതും ഒപ്പിടുന്നതും ബോധപൂർവം തന്നെയാണ്. പക്ഷെ നിർബന്ധിച്ചൊപ്പിടിച്ച സാഹചര്യം ഇതാണ്. ഈ നിർബന്ധിച്ചൊപ്പിടിച്ച സാഹചര്യം പറഞ്ഞപ്പോ ഞാനൊരു ഉദാഹരണം പറഞ്ഞു. അപ്പോ അതിന്റെ പേരിലാപ്പോ അയ്യപ്പാ ശരണെന്ന് വിളിക്കാന്ന് പറഞ്ഞിരിക്കണ്. സംഗതി എന്താണെന്നറിയോ? നിർബന്ധിച്ചിട്ട് നമ്മുടെ ഒരു കുഫറിന്റെ വാക്ക് പറയിച്ചാൽ പോലും നമുക്കതിൽ കുറ്റമില്ല എന്നാണ്. ആ ഭാഗങ്ങളൊന്ന് കേട്ടോളി. ഞാൻ എന്താണ് കയ്പമംഗലത്ത് പറഞ്ഞത്? എവിടെയുണ്ട് അനസ് മുസ്ലിയാരുടെ ക്ലിപ്പ് കട്ട് മുറിക്കൽ, ഒരാളുടെ മേൽ ശിർക്ക് ആരോപിക്കാൻ വേണ്ടി ജീവിച്ചിരിക്കുന്ന എന്റെ ക്ലിപ്പ് കട്ട് മുറിച്ചു. ഒന്ന് കേട്ടോളി. കണ്ടോ, ഇബാദത്താകുന്ന ഇസ്തിആനത്തിനെ പറ്റിയാ ചോദിക്കുന്നത്. ലാ യജൂസു സർഫുഹാ ലിഗൈരില്ല ലാ മിനൽ ജിന്നി വലാ മിനൽ ഇൻസി വലാ മിനൽ മലായികത്തി വലാ ഗൈരിഹിം. ആ ഇബാദത്ത് തിരിച്ചുവിടാൻ പാടില്ല. ജിന്നിലേക്കും തിരിച്ചു വിട്ടൂടാ, മലക്കിലേക്കും തിരിച്ചുവിടാ, മനുഷ്യനിലേക്കും തിരിച്ചു വിട്ടൂടാ. കണ്ടോ? അപ്പൊ എല്ലാ സഹായതോട്ടവും ശിർക്കാണെങ്കിൽ മനുഷ്യനോട് സഹായതോട്ടം ശിർക്കാന്തിൽ വന്നിടോ? വൈരുദ്ധ്യാണിത്. നോണ പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. എന്നിട്ട് ഇതിനെ എന്നെ കൊണ്ട് ഒപ്പിടിച്ചത് ആലോചിച്ച് നോക്കണം. ഇതിന് ഒപ്പിടണം. ഞാൻ ഒപ്പിടാൻ ഒരു സൂക്ഷ്മത കാണിച്ചപ്പോ എന്താ പറഞ്ഞോ? ഇവിടെ ഇറങ്ങിയാൽ ഇതാ സംഘടന പിളരാൻ പോവുകയാണ്, അന്റെ വസീലത്ത് ശിർക്ക് വരാമെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. ശിർക്കാണെന്ന് ഞങ്ങൾ ഒപ്പിട്ട പോലെ ഒപ്പിട്ടില്ല എന്ന് പറയും. നീ ഇവിടെ നിന്നിറങ്ങി ആ സംഘടന രണ്ട് കഷ്ടമാകാൻ പോവാണ്. സംഘടന ചിത്രത വരാൻ പോവാണ്. ഇവിടെ കാന്തപുരത്തെയും ചെറുശ്ശേരിയെയും ഒക്കെ നാളെ ഈ സമുദായം എങ്ങനെയാണോ ഓർക്കുന്നത് അങ്ങനെയായിരിക്കും സക്കരിയ നിന്നെ ഓർക്കുക. ഞങ്ങൾ ജനങ്ങളോട് പറയുന്നത് ഇതാണ് എന്ന് പറഞ്ഞിട്ട് സംഘടന ഉപയോഗിച്ച് അന്റെ എല്ലാം ഞങ്ങൾ പുറത്തു കൊണ്ടുവരും. സംഘടന പിളരും, സംഘടനയിൽ ഐക്യം ഉണ്ടാവില്ല, ചിദ്രത ഉണ്ടാവില്ല. വസീലത്തിന്റെ ശിർക്കും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാവും. ഒന്നുണ്ട് ഒപ്പിട്ടോട് സക്കരിയ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വലിയ ഫിത്ന ഭയപ്പെട്ടിട്ട് ഒപ്പിട്ടു. ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് ഇല്ലാമന്നുക്രിഹ. ഒരു വലിയ ഫിത്ന ഭയപ്പെട്ടിട്ട് സംഘടന പിളരും, രക്തപിരിച്ചിലുണ്ടാകും, അങ്ങനെ ആളുകൾ തമ്മിൽ തല്ലും. മദ്രസയിലും പള്ളിയിലും കേസും കൂട്ടവും. ഒരു പിളർപ്പ് കഴിഞ്ഞിട്ട് 10 കൊല്ലമായിട്ടില്ല. എന്റെ ഒരു ഒപ്പിന്റെ പേരിൽ ഇനിയും ആളുകൾ തമ്മിൽ തല്ലിക്കൂടാ. ഇത് ഹലാലാണെന്നോ ജായിസാണെന്നോ എനിക്കും അഭിപ്രായമില്ലല്ലോ. അള്ളാഹിനോട് മാത്രം ചോദിക്കേണ്ടതാണോ? ശിർക്ക് തന്നെ. അല്ല, ജിന്നിനോട് അതിന്റെ കഴിവിൽപ്പെട്ടത് ഹാളിറാണെന്ന് ബോധ്യമുള്ള സമയത്ത് ചോദിച്ചാലോ? ചോദിക്കാൻ പാടുണ്ടോ? ഇല്ല. TP എന്നോട് പറഞ്ഞു അതുപോലും ഹറാമാണ്, ശിർക്കിലേക്കുള്ള വസീലയാണ്, ആ വാതിൽ അടക്കേണ്ടതാണെന്നല്ലേ സക്കരിയ നിന്റെ അർത്ഥം? ശിർക്കിലേക്കുള്ള വസീലയും ശിർക്കും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടോ? എന്തിന് രണ്ടഭിപ്രായം ഉണ്ടാകണം? ഒപ്പിട് എന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിച്ചു. സംഘടന പിളരുക എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഒരു ഒറ്റ ഒപ്പിന്റെ പേരിൽ അതധികം ഭീകരമായി, എന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നതിനേക്കാൾ വലിയ ഭീഷണിയായി ഞാൻ കണ്ടു. അങ്ങനെ ഫിത്ന ഭയപ്പെട്ട് ഞാൻ ഒപ്പിട്ടു. എന്നിട്ട് ഞാൻ അതിലൊരു ആയത്തോതുകയാണ്, കേട്ടോളൂ. നിർബന്ധിക്കപ്പെട്ടവനൊഴികെ അവന്റെ ഹൃദയം മുത്മഇന്നും ബിൽ ഈമാൻ, വിശ്വാസത്താൽ സമാധാനമടഞ്ഞതാണ്. ഇപ്പൊ നമ്മള് ഒരു ബിംബത്തിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഇപ്പൊ നമ്മൾ ചില സ്ഥലത്തൊക്കെണ്ടല്ലോ പോകുമ്പോ അയ്യപ്പൻ വിളക്കിനെ വണ്ടി കൈകാട്ടി നിർത്തി പൈസ എടുക്കൂലാർന്ന പറയണ വണ്ടി വിളിക്കടാ അയ്യപ്പ ശരണം വിളിക്കടാ. വിളിക്കൂല നമ്മള് അയ്യപ്പ ശരണം. നമുക്ക് അയ്യപ്പ ശരണം അല്ലാതെ മനസ്സിലുണ്ടാവൂലേ? അതുപോലെ എന്നെ ഹറാസ് ചെയ്തിട്ട് അവസാനം ഞാൻ ഒപ്പിടാൻ തയ്യാറായപ്പോ പിന്നെ സലഫിന്റെ ഡയലോഗ് നീ നിർബന്ധിച്ച് ഒപ്പിടിച്ചാണ് പറയുന്നത് കേട്ടോ. ആ ഒരു 1/2 മിനിറ്റാണ്. നമ്മളിങ്ങനെ വണ്ടിയിൽ പോകുന്ന സമയത്ത് വർഗീയവാദികൾ തടഞ്ഞു നിർത്തിയിട്ട് അവളോട് പിരിവ് ചോദിച്ചു. ഞാൻ ഏകദൈവ വിശ്വാസിയാണ്, എനിക്ക് അയ്യപ്പൻ പടക്കം താലപ്പലിക്കും പിരിവ് തരാൻ പറ്റില്ല, വേറെ എന്താ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തരാൻ ഞാൻ തരാം, ഇറങ്ങണ അവിടുന്ന്. ഇറക്കിയിട്ട് വിളിക്കടാ അയ്യപ്പ ശരണെന്ന്. അപ്പൊ നമ്മൾ വിളിച്ചു പോകൂലേന്ന് ഞാൻ പറഞ്ഞതിനാണ് ഇപ്പോ. കണ്ടോ സദസ്യരെ, നിങ്ങൾ ആരെങ്കിലും വിളിക്കോ? അപ്പൊ മൂപ്പരെ ചോദിച്ചുപെട്ട ആള് മുമ്പിലുണ്ടാവും. വിളിക്കൂല. കണ്ടോ സക്കരിയ സലായി വിളിക്കുന്നാ പറയണത്. വിളിക്കൂല സുഹൃത്തുക്കളെ. ജീവനെ പേടിച്ചിട്ട് അങ്ങനെ വിളിച്ചാൽ നമ്മളെ മനസ്സിൽ അയ്യപ്പൻ ശരണല്ല എന്ന് നമുക്കറിയാം. നമ്മൾ അള്ളാഹുവാണ് ശരണെന്ന് വിശ്വസിക്കണമല്ല. പക്ഷെ ആ ആയുധം കാട്ടി ഭീഷണിപ്പെടുത്തിയാൽ അങ്ങനെ ചെയ്യാം. ഇപ്പോ ഒരാൾ ആ ഉദാഹരണം അയ്യപ്പൻ നല്ലീന് പകരം നാഗൂരൗലിയ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അതാപ്പുള്ള പ്രശ്നം. നാഗൂരൗലിയന്റെ ജാരത്തിനെ കൊണ്ടുപോയിട്ട് പറയണ സക്കരിയ ഔരലിയ രക്ഷിക്കണേ കാത്തി കാട്ടിയിട്ട് ഖുറാബി ഭീഷണിപ്പെടുത്തിയാൽ
അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് കുറ്റല്ലാന്ന് സൂറത്ത് നഹലിലെ 106-ാമത്തെ ആയത്ത് ഓതിക്കൊണ്ട് ഞാൻ പറഞ്ഞു. നിങ്ങളിന്ന് പോയിട്ട് നോക്കണം, അമാനി മൗലവിയുടെ പരിഭാഷ മറിച്ച് നോക്കണം. 3-ാം വാല്യത്തിലെ 1769-ാമത്തെ പേജില് മൻ കഫറ ബില്ലാഹി മിൻ ബഅദി ഈമാനിഹി, ആരെങ്കിലും തന്റെ വിശ്വാസത്തിന് ശേഷം അല്ലാഹുവിൽ അവിശ്വസിച്ചാൽ, കണ്ടോ, ഈമാനിന് ശേഷം കുഫറിന്റെ വാക്ക് പറഞ്ഞാൽ, സത്യവിശ്വാസം കൊണ്ട് തന്റെ ഹൃദയം അടങ്ങിയിരിക്കുന്നവനായിക്കൊണ്ടിരിക്കെ നിർബന്ധത്തിന് വിധേയമായവനൊഴികെ അവൻ ഇതിൽ നിന്നൊഴിവാണ്. ഈ ആരെ പറ്റി ഇറങ്ങിയ ആയത്താ കേട്ടോളൂ. അമ്മാർ ഇബ്നു യാസിറിന്റെ വിഷയത്തിലാണ് ഈ വാക്യം അവതരിച്ചതെന്ന് കാണിക്കുന്ന പല റിവായത്തുകളും പല മഹാന്മാരും ഉദ്ധരിച്ചു കാണാം. ശത്രുക്കളുടെ തുടരെയുള്ള അക്രമമർദ്ദനങ്ങൾ അസഹനീയമായപ്പോൾ അവരുടെ ആവശ്യപ്രകാരം അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ചില പഴിവാക്കുകൾ പറയുകയും അവരുടെ ദൈവങ്ങളെ കുറിച്ച് നല്ല വാക്കുകൾ പറയുകയും ചെയ്ത് രക്ഷപ്പെട്ടു. ആര്? അമ്മാർ ഇബ്നു യാസിർ. വിളിക്കൂലേ? നമ്മളാരും വിളിക്കൂല, അയാൾ വിളിച്ചോട്ടെ. അമ്മാർ ഇബ്നു യാസിർ അവരുടെ ദൈവങ്ങളെ കുറിച്ച് നല്ല വാക്ക് പറഞ്ഞു. ആരാ അമ്മാർ ഇബ്നു യാസിർ? സഹാബിയാണ്, ആദ്യകാല രക്തസാക്ഷികളിൽ ഒരാളാണ്. എന്നിട്ടോ വളരെ വ്യസനത്തോടുകൂടി ആ വിവരം അദ്ദേഹം നബിയെ അറിയിച്ചു. നബിയെ, ഇങ്ങനെ എന്നെ നിർബന്ധിച്ചപ്പോൾ ഞാൻ അവരുടെ ദൈവങ്ങളെ കുറിച്ച് നല്ല വാക്ക് പറഞ്ഞു, നിങ്ങളെ കുറിച്ച് പഴി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്റെ മനസ്ഥിതി എന്തായിരുന്നുവെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു. തന്റെ മനസ്സ് ഈമാൻ കൊണ്ട് സമാധാനമടഞ്ഞതായിരുന്നുവെന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. കണ്ടോ, എന്റെ മനസ്സിലപ്പോ ഈമാൻ തന്നെയുള്ളത്, ഞാൻ അങ്ങനെ അഭിനയിച്ച് പറഞ്ഞ രക്ഷപ്പെടാൻ വേണ്ടി. അപ്പോൾ തിരുമേനി അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു, ഇൻ ആദു ഫഉദ്, അവർ ആവർത്തിച്ചാൽ നീയും ആവർത്തിച്ചു കൊള്ളുക. ഇതിനെപ്പറ്റിയാണ് ഈ വാക്യം അവതരിച്ചത് എന്നത്രേ പ്രസ്തുത റിവായത്തുകളുടെ ചുരുക്കം. അവതരണ സന്ദർഭം ഏതായിരുന്നാലും ആയത്തിന്റെ വിധി പൊതുവായിട്ടുള്ളത് തന്നെ. വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് സുഹൃത്തുക്കളെ ഇത്. എന്നിട്ട് അതിനെ സംബന്ധിച്ചാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ചില ആളുകൾ ചോദിക്കുന്നത്, ബിലാൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇടിച്ചു കല്ല് നെഞ്ചത്ത് വെച്ചിട്ടും അഹദ് അഹദ് എന്നല്ലേ പറഞ്ഞത്, അതല്ലേ നമ്മൾ സ്വീകരിക്കേണ്ടത്? അതും സ്വീകരിക്കാം, അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയത്തിൽ അമ്മാറിന്റെ സംഭവത്തിൽ നബി പറഞ്ഞതും അതാണ് കാണിക്കുന്നത്. ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിൽ പൊതുവെ ഭിന്നാഭിപ്രായമില്ലതാനും. നിർബന്ധത്തിന് വഴങ്ങിക്കൊടുക്കാതെ മർദ്ദനങ്ങൾ സഹിക്കാൻ തന്നെ വല്ലവരും തയ്യാറാവുകയാണെങ്കിൽ അതാണ് കൂടുതൽ ഉത്തമമെന്നും പല മഹാന്മാരും അഭിപ്രായപ്പെടുന്നു. അപ്പൊ 2 ഓപ്ഷൻ ഉണ്ട് നമുക്ക്. ഒന്നുകിൽ കൊന്നാലും ശരി, ഞാൻ പറയില്ല, വെട്ടിക്കടാന്നാണ് നിന്ന് കൊടുക്കുക. ഞാൻ 2ാമത്തെ ഓപ്ഷൻ എടുത്തു, മനസ്സിലൊന്നുമില്ലാതെ പറയുകയാണെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് ഈച്ചയുടെ ഹദീസ്, ഈച്ചയെ ബലി നൽകാൻ നിർബന്ധിച്ചു. ഒരു ബിംബത്തിനടുത്തുകൂടി പോകുമ്പോ 2 ആളുകളോട് എന്തെങ്കിലും ബലി നൽകണം. ഒരാള് ബലി നൽകിയ ഈച്ച, മറ്റയാൾ പറഞ്ഞു ഞാൻ ബലി നൽകൂല. അപ്പൊ അയാളെ കൊന്നു കളഞ്ഞു, അയാൾ സ്വർഗത്തിൽ പോയി. അതല്ലേ സക്കരിയ സലാഹി ചെയ്യേണ്ടത്? അപ്പൊ നമ്മളെ തർക്കപ്പെന്താ? നമ്മളെ തർക്കപ്പെന്താ? നിർബന്ധിക്കപ്പെട്ട കുഫറിന്റെ വാക്ക് പറയാൻ പറ്റുമല്ലേന്നാണോ? എന്തിനാണ് മുസ്ലിയാരെ ഇങ്ങനെ കോട്ടിമാട്ടുന്നത്? അയ്യപ്പ ശരണെന്ന് വിളിക്കാൻ എനിക്ക് അഭിപ്രായമുണ്ടെന്ന് ഒരൊറ്റ മുജാഹിദ് പ്രവർത്തകൻ വിശ്വസിക്കോ? പച്ച കളവല്ലേ അത്? ഇങ്ങനെ നിർബന്ധിക്കപ്പെടുമ്പോൾ കുഫറിന്റെ വാക്ക് പറയുന്നതിന് ഞാൻ പറഞ്ഞ ഉദാഹരണം, അമ്മാർ ഇബ്നു യാസിർ ഉണ്ടായതുപോലെ ഒരു അനുഭവം ഒരാൾക്ക് ഉണ്ടായാൽ അയാൾ അങ്ങനെ പറഞ്ഞാൽ അയാൾ കുറ്റപ്പെടുത്തേണ്ടതില്ല എന്നാണ്. ഈച്ചയുടെ ഹദീസ് ദുർബലമാണ്, മനസ്സിലാക്കിക്കോ. സൽമാനുൽ ഫാരിസി വരെ എത്തുന്ന സനദേ ഉള്ളൂ. മാത്രമല്ല അത് ഇവിടുത്തെ ഉദാഹരണത്തിന് പറ്റൂല. കാരണം അവിടെ കുഫറിന്റെ വാക്ക് പറയല്ല, ശരിയായ ശിർക്കാണ് ചെയ്തിരിക്കുക, ബിംബത്തിന് ബലി കൊടുത്തിരിക്കുകയാണ്. നിർബന്ധിതാവസ്ഥയിൽ ചെയ്താൽ പോലും മുൻകാല സമുദായങ്ങൾക്ക് അത് കുഫറും ശിർക്കുമായി തന്നെ കണക്കാക്കിയിരുന്നു. ഈ ഉമ്മത്തിന് നിർബന്ധിതാവസ്ഥയിൽ ചെയ്തതിൽ ഇളവ് കിട്ടിയിട്ടുണ്ട്. ഇന്നല്ലാഹ തജാവസ അൻ ഉമ്മത്തി, 3 കാര്യങ്ങൾ എന്റെ ഉമ്മത്തിന് വിടുതലുണ്ട്. അതിൽ 3ാമത്തെ കാര്യം എന്താ? വമസ്തുക്രിഹു അലൈഹി, നിർബന്ധിച്ച് ചെയ്യിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ നിർബന്ധിച്ചൊരാൾ നമ്മളെ പന്നിയിറച്ചി തീറ്റി, നിർബന്ധിച്ചൊരാൾ നമ്മളെ കള്ളു കുടിപ്പിച്ചു, ഇതുപോലെ തന്നെ നിർബന്ധിച്ച ശിർക്കിന്റെ കുഫറിന്റെ വാക്ക് പറയിച്ചാൽ അതിന് ഞാൻ ഉദാഹരണം പറഞ്ഞാണ്. മുസ്ലിയാരെ, എന്നെ കുറിച്ച് നിങ്ങൾക്ക് ശിർക്ക് ആരോപിക്കാൻ ഒരൊറ്റ തെളിവും കിട്ടാത്തത് കൊണ്ടല്ലേ ഈ കച്ചിത്തുരുമ്പിൽ കടിച്ചു തൂങ്ങിയത്. എന്നിട്ടു നിങ്ങൾ നാക്കിട്ടടിച്ച് പാവപ്പെട്ട മുസ്ലിമീങ്ങളുടെ മുമ്പിൽ ഞാൻ അയ്യപ്പ ശരണം എന്ന് വിളിക്കാൻ പറയുന്നവരാണെന്ന തെറ്റിദ്ധാരണ പരത്തിയില്ലേ? ഞാൻ പടച്ചവനിലേക്ക് വിടുന്നു. പലയിടത്തും ഞാൻ വിശദീകരിച്ചിട്ടും 1/2 മിനിറ്റ് ക്ലിപ്പിട്ട് എന്നെ ശിർക്കാൻ വാദക്കാരനായി മുദ്ര കുത്തുന്നത് പടച്ചവൻ പൊറുപ്പില്ല. താൽക്കാലികമായ സംഘടനാ ലാഭങ്ങളും സംഘടനാ നേതാക്കളുടെ കയ്യടിയും സംഘടനാവാദികളുടെ പിന്തുണയും കിട്ടാൻ വേണ്ടി ഇത്രയൊക്കെ അധപ്പതിക്കണോ മുസ്ലിയാരെ എന്ന് ഞാൻ ചോദിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഈ തെറ്റിദ്ധരിപ്പിക്കുന്നതൊക്കെ എന്തിനാണ് എന്റെ പേരിൽ ശിർക്ക് ആരോപിക്കാൻ?
എന്റെ പേരിൽ ശിർക്ക് വേറെ ഒരു തെളിവും കിട്ടാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള വാദങ്ങൾ പറഞ്ഞു നടക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി സുഹൃത്തുക്കളെ, ഇവരിപ്പോ പറഞ്ഞു എവിടെ എത്തിയെന്നറിയോ? ഞങ്ങൾ ഇതെല്ലാം തൗബ ചെയ്തിരിക്കുന്നു. തൗബ ചെയ്തിട്ട് എടവണ്ണ ജാമിഅയിൽ പോയിട്ട് അനസ് മുസ്ലിയാർ തൗബ ചെയ്യാണ്. വേഗം കാണിച്ചു കൊടുക്കുമോനെ അവരെ. നേരത്തെ ഹനീഫ് മൗലവി പറഞ്ഞത് ആ MT വിഷൻ പുറത്തിറക്കിയ CD ആ വിഷയങ്ങൾ തിരുത്തിയതാണ്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, അനസ് മൗലവി ശില്പശാല, കണ്ണൂർ ശില്പശാല എന്ന് ടൈറ്റിലുള്ള ഒരു പരിപാടിയിൽ വെച്ച് പറയുകയുണ്ടായി, ആ ലേഖനം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ ജബ്ബാർ മൗലവിയുടെ അടുക്കൽ പോവുകയും രാവിലെ മുതൽ രാത്രി വരെ അവിടെ നിൽക്കുകയും അത് തിരുത്താൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നാണ്. അപ്പോൾ MT വിഷൻ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ ക്ലിപ്പിലുള്ളത് ഈ ലേഖനം അനസ് മൗലവി വായിക്കുകയും ഇതിലെവിടെ ശിർക്ക് എന്ന് ചോദിക്കുകയും അതുപോലെ തന്നെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമുള്ളത് എവിടെ എന്നൊക്കെ ചോദിക്കുന്നതായി ഞാൻ ക്ലിപ്പിലൂടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ MT വിഷൻ അത് പൊള്ളത്തരാണെങ്കിൽ അത് പറയാം, അല്ലെങ്കിൽ എന്തെങ്കിലും എന്താണ് നിജസ്ഥിതി എന്ന് മനസ്സിലാക്കിയാൽ കൊള്ളുന്നുണ്ട്. MT വിഷൻ പൊള്ളത്തരാണ് എന്ന് പറയേണ്ടതില്ല. നേരത്തെ പറഞ്ഞതുപോലെ MT വിഷമാണ് എന്ന് പറയാം. ആ MT എന്താണ്? മാക്സിമം തെറ്റിദ്ധരിപ്പിക്കുക എന്നോ മുജാഹിദുകളുടെ തൗഹീദിൽ വിഷമിടുക എന്നോ ഒക്കെ വ്യാഖ്യാനിക്കാവുന്നതാണ്. അപ്പോ ഞാൻ ഇന്നലെ ഈ ചോദ്യം വന്നപ്പോൾ പറഞ്ഞൊരു മറുപടി ഉണ്ട്. ഒരുപാട് മറുപടി ഉണ്ട്, എനിക്ക് ഒരുപാട് മറുപടി അത് പറയാനുണ്ട്. അല്ല, ഒരു മറുപടി എന്താന്ന് ഫസ്റ്റ് പറയാം. ആദ്യം നമുക്കൊന്ന് സങ്കല്പിക്കാം. എന്താ സങ്കല്പിക്കേണ്ടത്? ജബ്ബാർ മൗലവി പറഞ്ഞതുപോലെ ജിന്നിനോട് സഹായം തേടൽ ശിർക്കല്ല എന്ന് വാദമുള്ള ആളായിരുന്നു ഞാൻ. അങ്ങനെ ജബ്ബാർ മൗലവിക്ക് വാദമല്ല. ജബ്ബാർ മൗലവി ഒരു ഇല്ലാത്ത വാദം പറയാ, ജിന്നുകളോട് സഹായം തേടൽ ശിർക്കല്ല. എവിടെ ജബ്ബാർ മൗലവിയോട് എഴുതിയോ? അദ്ദേഹം എഴുതിയത് നിങ്ങൾ ഉണ്ടാക്കല്ലേ? ഓട്ടെ, അങ്ങനെ സങ്കല്പിച്ചു. അതാണല്ലോ സമ്മതിക്കേണ്ടത്. അങ്ങനെ സങ്കല്പിക്കാം. അങ്ങനെ സങ്കല്പിച്ചാല് ഞാൻ പറയുന്നു, അങ്ങനെ എനിക്ക് വാദമുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഹനീഫ് കായക്കൊടിക്ക് അങ്ങനെ വാദമുണ്ടായിരുന്നു എങ്കിൽ ഞങ്ങളോട് കേരളത്തിലെ ആദ്യത്തെ പണ്ഡിത സംഘടന കേരള ജംഇയ്യത്തുൽ ഉലമ ആ വിഷയത്തെ സംബന്ധിച്ച് പഠിച്ച് മനസ്സിലാക്കി ഞങ്ങൾക്ക് വിശുദ്ധ ഖുർആനിന്റെ ആയത്തോതി തന്ന് ഹദീസോതി തന്ന് ബോധ്യപ്പെടുത്തിയിരിക്കുന്നു അത് ശിർക്കാണ് എന്ന്. ഞങ്ങൾക്കത് ബോധ്യപ്പെട്ടു. ഞങ്ങളത് ഉറക്കെ പറയുന്നു. ഏതാണ് ആയത്ത്? പുളിക്കൽ വന്നിട്ട് നിങ്ങളൊന്ന് പറയണം. ജംഇയ്യത്തുൽ ഉലമ പഠിച്ചിട്ട് 2012 ഇറക്കിയ പുതിയ ആയത്ത് ഏതാണ് ആ ഹദീസ്? എവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചത്? ജംഇയ്യത്തിന്റെ എക്സിക്യൂട്ടീവിന് വിളിച്ചിട്ടില്ല, ഫത്വ ബോർഡിലും വിളിച്ചിട്ടില്ല. ദൗറയിൽ പിന്നെ നിങ്ങൾ അബ്ദുറഹ്മാൻ സലഫി സ്ക്രീൻ ചെയ്ത ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ 4 ആൾ കൂടി ജംഇയ്യത്തിന്റെ നേതാക്കന്മാരാരും വന്നിടോ? AP വന്നിടോ? അല്ലെങ്കിൽ കുഞ്ഞീദ് അബ്ദുൽ സലമി വന്നിടോ? അങ്ങനെയുള്ള പണ്ഡിതന്മാർ ആരാ അവിടെ വന്നത്? നിങ്ങൾ 4 ആൾ കൂടി സ്ക്രീൻ ചെയ്ത ലിസ്റ്റ് ഉണ്ടാക്കി അവിടുന്ന് പഠിപ്പിച്ചത്. ഏതാണ് ആയത്തെന്ന് അനസ് മുസ്ലിയാർ ഇവിടെ വന്നിട്ട് ഓതണം. അങ്ങനെ ഒരു പുതിയ ആയത്തുണ്ടെങ്കിൽ നമുക്കൊന്ന് കേൾക്കണമല്ലോ. ജംഇയ്യത്തുൽ ഉലമ പറഞ്ഞതാണ് ശരി, ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് തെറ്റാണ്. ഞങ്ങളെങ്ങനെ വാദിച്ചിട്ടുണ്ട് എങ്കിൽ ഞങ്ങൾ ചെയ്തത് തെറ്റാണ്. അത് ഖുർആനിനെതിരാണ്, ഹദീസിനെതിരാണ്, തൗഹീദിനെതിരാണ് എങ്കിൽ ഇത് ഞങ്ങൾ തുറന്നു പറയുന്നു. ഖുർആനിനെതിരാണ്, ഹദീസിനെതിരാണ്, തൗഹീദിനെതിരാണ് എന്ന് ഞങ്ങൾ തുറന്നു പറയുന്നു. എന്നിട്ടോ അപ്പൊ ആയത്തേതാ ഹദീസ് എന്താന്ന് അറിയണ്ടേ? ഇനിയും കേട്ടോളൂ, MT വിഷന് നന്ദി പറയേണ്ടവരവര്. കാരണം മൂവാറ്റുപുഴയിൽ ഇവർ വാദം മാറ്റി യാ ഇബാദുള്ള ശിർക്കാണെന്ന് പ്രഖ്യാപിച്ചു. ഇമാം നവവിയും ഷൗക്കാനിയും ഒക്കെ ശിർക്കിന്റെ ആളുകളായി എന്ന് മാറ്റി പറഞ്ഞപ്പോൾ MT വിഷൻ CD ഇറക്കി. മുസ്ലിയാരെ, ഹനീഫ് കായക്കൊടി, നിങ്ങളല്ലേ 5 കൊല്ലം ഇത് ന്യായീകരിച്ചത്. ഇതാ കേട്ടോ, 1, 2, 3, 4 ഒരുപാട് CD കിട്ടു. ഈ CD ഒക്കെ പിൻവലിക്കാതെ ഇതൊക്കെ കേരളത്തിലെ നാനാഭാഗത്തും ഭൂമി മലയാളത്തിൽ ലോകത്ത് എവിടെയൊക്കെ മലയാളികളുണ്ട് അവിടെയൊക്കെ പ്രചരിച്ച കാസറ്റാണ്. അതൊന്നും പിൻവലിക്കാതെ നിങ്ങൾ അങ്ങ് പുതിയ വാദം കൊണ്ടുവരികയാണോ
നിങ്ങളെ തെറ്റുകളെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയ MT വിഷന്റെ പ്രവർത്തകർക്ക് നിങ്ങൾ യഥാർത്ഥത്തിൽ നന്ദി പറയുകയാണ് വേണ്ടത്. MT വിഷൻ ഒരു മറുപടി, മാക്സിമം തെറ്റിദ്ധരിപ്പിക്കുന്നവർക്കുള്ള വിഷം, അതിപ്പോ ഒരു വിഷയമായിട്ട് തന്നെ നിങ്ങൾക്ക് തോന്നുന്നത്, അതിൽ യാതൊരു സംശയമല്ല. പക്ഷേ നിങ്ങൾ നന്ദി പറയല്ലേ വേണ്ടത്. അപ്പൊ ജമിയത്തുലമ അവർക്ക് പുതിയ ആയത്ത് പഠിപ്പിച്ചിട്ടുണ്ട്, പുതിയ ഹദീസ് പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളെ രണ്ടാളി മാത്രം പഠിപ്പിച്ചാൽ മതിയോ? ഇവിടെ എത്രകാലം ദായിമാരുണ്ട് ഈ പ്രസ്ഥാനത്തിന്, അല്ലേ? അവരൊന്നും പഠിപ്പിക്കണ്ടേ? നിങ്ങൾ എവിടെ കൊണ്ടുപോയിട്ട് ഈ കുസുകുസു പറഞ്ഞത്? ആരാ നിങ്ങൾക്ക് ആ പുതിയ ആയത്ത് ഓതി തന്നത്? ഏതാണ് ആ പുതിയ ഹദീസ്? പറയണം നിങ്ങൾ പുളിക്കൽ വന്നിട്ട്. ജമിയത്തുലമ നിങ്ങൾക്ക് പഠിപ്പിച്ച ആയത്ത് ഏതാണ്? ആ ആയത്ത് യായ്വാദം പെടുകയില്ല എന്നാണ് ഇത്ര കാലം പറഞ്ഞു. ഇപ്പൊ പെടുമെന്ന് ഏത് മുഫസ്സിറാ പറഞ്ഞത്? ഏത് കിതാബിലാ ഉള്ളത്? നിങ്ങൾ ഇവിടെ വന്നിട്ട് വ്യക്തമാക്കണം. ബാക്കി കൽപ്പിച്ചു. ഞാൻ പറയുന്നു ഞങ്ങൾ ജബ്ബാർ മൗലവിയുടെ വാദം ഞങ്ങൾ സ്വീകരിച്ചിട്ട് ജിന്നിനോട് തേടൽ ശിർക്കല്ല എന്ന് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ, എഴുതിയിട്ടുണ്ടെങ്കിൽ, രഹസ്യമായോ പരസ്യമായോ വാദിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ മുന്നിൽ, റബ്ബിന്റെ മുന്നിൽ ഞങ്ങൾ തൗബ ചെയ്യുന്നു. അതൂബു ഇലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ, ഞങ്ങൾ തൗബ ചെയ്യുന്നു, പരസ്യമായും രഹസ്യമായും. വാസ്ലഹു, രണ്ടാമതല്ല ഞങ്ങളോട് പറഞ്ഞു നന്നാക്കാൻ. ഞങ്ങൾ നന്നാക്കുന്നു. ഞങ്ങളുടെ നിലപാട് ആ നന്നാക്കിയ നിലപാടെന്താ? ഞങ്ങൾക്ക് ജമിയത്തുലമ പഠിപ്പിച്ചു എന്ന നിലപാട്. അതെന്താ? ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ, ഭൗതികമായാലും അഭൗതികമായാലും, ആ ഭൗതികമായ വിഷയമാണെങ്കിലും അഭൗതികമായ വിഷയമാണെങ്കിലും ജിന്നോട് തേടുന്നത് ശിർക്കാണ് എന്ന ആ നിലപാട് ഞങ്ങൾ വ്യക്തമായി നന്നാക്കി വാസ്ലഹു പ്രഖ്യാപിക്കുകയാണ്. മൂന്നാമതായി ചെയ്യേണ്ടത് എന്താ? വബയ്യനൂ. നിങ്ങൾ മറ്റുള്ളവർക്ക് വ്യക്തമാക്കി കൊടുക്കൂ, വ്യക്തമായി പറയൂ, നിങ്ങളുടെ ആദർശം വ്യക്തമായി പറയൂ. ഞങ്ങൾ പറയുന്നു, ആരുടെ മുന്നിലും ഞങ്ങൾ ഈ ആദർശം പറയാൻ ഒരുക്കമാണ്, ആരുടെ മുന്നിലും ഇത് പറയാൻ വ്യക്തമാക്കാൻ ഞങ്ങൾ ഒരുക്കമാണ്. വബയ്യനൂ, വ്യക്തമാക്കുക. ഫഉലൈക അതൂബു അലൈഹിം, അക്കൂട്ടർക്ക് തൗബയുണ്ടെന്ന് അല്ലാഹു പറയാം. അക്കൂട്ടർക്ക് തൗബയുണ്ട്. വഅന തവ്വാബുർ റഹീം, അല്ലാഹു പറയാണ് ഞാൻ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്, കരുണ ചെയ്യുന്നവനാണ്. ഞങ്ങൾ പ്രതികളായിക്കോളാം, ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഞങ്ങൾക്ക് പ്രശ്നം ഞങ്ങൾ ആദർശ. നിങ്ങൾ രണ്ടാൾ തൗബ ചെയ്താൽ പറ്റുമോ? പക്ഷേ ഞങ്ങൾ കാരണം എന്റെ ഒരു വാക്കുകൊണ്ട്, ഹനീഫ് കായിക്കൂടെ ഒരു വാക്കുകൊണ്ട്, അബ്ദുറഹ്മാൻ സലഫിയുടെ ഒരു വാക്കുകൊണ്ട് ഒരു മനുഷ്യൻ വഴികേടിലാകരുത് എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഞങ്ങളിങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാലോകത്ത് ജീവിക്കുന്ന മുഴുവൻ ആളുകളോടും ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. പക്ഷേ ഞങ്ങളൊരു കാര്യം പറയാം, തുറന്നു പറയാം, മനസ്സറിഞ്ഞുകൊണ്ട് പറയാം, ആ വിശ്വാസം ഞങ്ങളുടെ മനസ്സിലില്ല. ഞങ്ങൾ വിശ്വസിച്ചിട്ടില്ല, ആ വിശ്വാസം ഞങ്ങൾ പോറിയിട്ടില്ല ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും. അള്ളാഹു ഞങ്ങളുടെ ഹൃദയം അറിയുന്നവനാണ്. ഞങ്ങൾ ചെയ്ത ഒരു തെറ്റുണ്ട്, ലോകത്തോട് പറയാവുന്ന ഒരു തെറ്റ്. എന്താന്ന് ചോദിച്ചാൽ, ഇന്നലെ എന്നോട് ഒരാൾ ചോദിച്ചപ്പോ എനിക്ക് പറയാനാവില്ലെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഇന്ന് ഞാൻ പറയാ, നാറിയവനെ പേറിയോ എന്നൊരു സംശയം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴുണ്ട്. അതിപ്പോ ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന പ്രയാസമൊക്കെ ഉണ്ടാവും. ആരാ നാറിയവൻ? അബ്ദുൽ ജബ്ബാർ മൗലവി. നോക്കണം നിങ്ങള്, ഇത്ര കാലം കൊണ്ട് നടന്ന് കിതാബ് അപ്പുറം ഇപ്പുറം ഇരുന്ന് നോക്കി, വാദപ്രതിവാദത്തിൽ കൂടെ കൊണ്ടുപോയി ഒക്കെ വിജയം നേടിയിട്ട് ഇപ്പൊ അദ്ദേഹത്തെ നാറി എന്ന് വിളിക്കാണ്. നാണമുണ്ടോ നിങ്ങൾക്ക്? ഈ ഫോട്ടോ ഇത് നിങ്ങളുടെ മനസ്സിൽ അലോസരമുണ്ടാക്കും. മുജാഹിദുകളുടെ മനസ്സിൽ ഇത് പോവുകയില്ല. നിങ്ങൾ ആലുവയിലേക്ക് കൊണ്ടുപോയില്ലേ? മൂവാറ്റുപുഴയിൽ വെച്ച് നിങ്ങൾ പറഞ്ഞു സെൻസിംഗ് ഇതാ അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ വാദം ശിർക്കാണെന്ന് ആലുവയിൽ വെച്ച് തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഉടനെ ആഴ്സനി തിരിച്ചടിച്ചു. ആ മുശ്രിക്കിനെയും കൂട്ടിയാണോ തലശ്ശേരി വന്നത്? മിണ്ടാൻ കഴിഞ്ഞോ നിങ്ങൾക്ക്? ഇല്ല. അബ്ദുൽ ജബ്ബാർ മൗലവിയെ മുശ്രിക്കാക്കി നാറിയവനെന്ന് പറഞ്ഞു. കണ്ടോ എത്രമാത്രം ധിക്കാരവും നന്ദികേടുമാണ് ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ പേറി. നിങ്ങൾ അദ്ദേഹത്തെ പേരണ്ട. ഇസ്ലാമിന്റെ ആദർശമാണ് അദ്ദേഹം പറഞ്ഞതെങ്കിൽ നിങ്ങൾ ന്യായീകരിച്ചാൽ മതി. അദ്ദേഹത്തിന് എന്ത് റോൾ ഇവിടെ? അദ്ദേഹം ആരായി സംഘടനയിൽ? ഒന്നുമല്ല. അദ്ദേഹം പറഞ്ഞത് ഇസ്ലാമിനെതിരാണെങ്കിൽ നിങ്ങൾക്ക് അദ്ദേഹത്തെ തള്ളിപ്പറയാൻ എന്ത് പ്രയാസം? അദ്ദേഹത്തിന്റെ ചെലവിലാണോ എത്ര കാലങ്ങൾ ജീവിച്ചത്? അദ്ദേഹം വല്ല ഓശാരം തന്നിട്ടാണോ കഴിഞ്ഞ 4-5 കൊല്ലം നിങ്ങൾ വിശദീകരിച്ചത്? 5 കൊല്ലം ന്യായീകരിച്ചു. അനസ് തന്നെ പറയുന്നു 2007 തന്നെ എനിക്ക് ബോധ്യപ്പെട്ടുള്ളത് ശിർക്കാണ്.
പിന്നെ 5 കൊല്ലം നിങ്ങൾ ന്യായീകരിച്ചതോ ആ വിശ്വാസം ഞങ്ങളുടെ മനസ്സിലില്ല, ഞങ്ങൾ തുറന്നു പറയുന്നു. അപ്പൊ മനസ്സിലുള്ളത് എന്താ? ജബ്ബാർ മൊഴിയതി ശിർക്കാണ്. മാലോകര് പറയുന്നതോ അതിലെവിടെ ശിർക്ക്? ശിർക്കല്ല, അഭൗതികമല്ല. ജിന്നുണ്ടെങ്കിൽ ജിന്ന് കേട്ടോട്ടെ, മലക്കുണ്ടെങ്കിൽ മലക്ക് കേട്ടോട്ടെ, അതിലെവിടെ ശിർക്ക്? അലിമദനിയോട് പറയുന്നു കളവ്, അമ്പലക്കടവിനോട് പറയുന്നു കളവ്. മനസ്സിലെന്താ? ഇത് ശിർക്ക് തന്നെയാണ്. എടോ, മുനാഫിക്കെന്ന് നെറ്റിയിൽ എഴുതി വെക്കുന്നതിനേക്കാൾ മോശമല്ലേ ഈ വാക്ക്? തൗബയിൽ പോലും തട്ടിപ്പ്. തൗബ ചെയ്യാണ്. ഞങ്ങളത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരോടാ? MT വിഷൻ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ നിങ്ങൾ ചെയ്തത്, നിങ്ങൾ പറഞ്ഞത്? ഇനിയും എത്ര കാസറ്റുകൾ പുറത്തു വരാനിരിക്കുന്നു, കാത്തിരുന്നു. 5ാമത്തത് അനസിന്റെ തൊലി പൊളിക്കുന്ന കാസറ്റാ വരാൻ പോണത്. നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ MT വിഷൻ? പിന്നെ ഉണ്ടെങ്കിൽ, അങ്ങനെ പറഞ്ഞിട്ട് പോയിട്ടുണ്ടെങ്കിൽ എന്ന് പറയണോ? എന്നിട്ട് മൂപ്പരുടെ കരച്ചില് 3 സംഘം നല്ല സൂപ്പർ സ്റ്റാർ അഭിനേതാക്കളാ. ഇയാളിന്റെ പേരിൽ പേരോട് കരണിനെ പറ്റി ടവലിൽ വിക്ഷു തേച്ച് വരും, ഒരൊറ്റ തുടക്കല. പിന്നെ കുടുകുടാ വെള്ളം വരും, ശബ്ദം കിട്ടടറും. അതിപ്പോ പറഞ്ഞത് മൂപ്പര് തന്നെയാ പേരോടിനെ പറ്റി. ആ പേരോടിന്റെ ഓടപ്പോണ്ട് മർക്കത്തിൽ പഠിച്ച ആളെന്നെയാണല്ലോ ഇതും. കുറച്ചാലപ്പുറത്തേക്ക് മാറിയെന്നല്ലുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 10-15 കൊല്ലമായി അരസ് മുസ്ലിയാർ ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് വന്നിട്ടുള്ളത്. ഒക്കെ കേട്ട് വന്നിട്ട് 15 കൊല്ലം മൂപ്പര് പ്രബോധനം നടത്തി. അപ്പോഴൊക്കെ മൂപ്പര് തോന്നി യായ് ബാധം അതിൽ പെടൂലാന്ന. ഇപ്പൊ മൂപ്പർക്ക് മനസ്സിലായി യായ് ബാധുള്ള ഇയാക്കനസ്തൈൻ. അപ്പോ ഖുറാബികൾ ഇപ്പൊ എന്താ പറയുന്നറിയോ? മനസ്സേ ഷഹാദത്ത് ചെല്ലണം നീന്ന. ഈ വാദമുള്ളവരൊക്കെ ഷഹാദത്ത് ചൊല്ലി രണ്ടാമത് സലഫി പ്രസ്ഥാനത്തിലേക്ക് വരണമെന്നാ ഞങ്ങൾക്ക് പറയാനുള്ളത്. തൗബ ചെയ്യാത്രേ. എന്ത് തൗബ? ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദർശം മാറ്റിയിട്ട് നിങ്ങൾ മുക്കൂട്ട് മുന്നണി പാതിരാ കുറുക്കന്മാരെ പോലെ എടവണ്ണ സലാഹ് നഗറിന്റെ പരിശുദ്ധമായ വിരിമാറിൽ നിന്ന് തൗബ ചെയ്തു എന്ന് ആർ തട്ടഹസിച്ചാൽ തീരുന്നതാണോ ഇത്? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം ആരാ നിങ്ങൾക്ക് തീരെഴുതി തന്നത്? അത് തിരുത്താൻ ആരാ നിങ്ങളെ ഏൽപ്പിച്ചത്? അതിന്റെ പേരിൽ തൗബ ചെയ്യാൻ ആരാ നിങ്ങളെ ഏൽപ്പിച്ചത്? നാണമില്ലേ നിങ്ങൾക്ക്? ഈ പ്രസ്ഥാനത്തിന്റെ 1 നൂറ്റാണ്ട് കാലത്തെ ആദർശം അത് നിങ്ങൾ അങ്ങ് ഏറ്റെടുത്തിട്ട് നിങ്ങൾ അങ്ങ് തിരുത്തുക. എന്നിട്ട് എല്ലാവരും ഞങ്ങൾ പറഞ്ഞ പോലെ തിരുത്തിയിട്ടില്ലെങ്കിൽ പുറത്താക്കുമെന്ന് പറയുക. അങ്ങനെ നിങ്ങളുടെ പുറത്താക്കൽ ഭീഷണിയെ പേടിക്കുന്നവരല്ല മുജാഹിദുകൾ. ഇസ്ലാമിന്റെ ആദർശം നിങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി അടിയറ വെക്കാൻ മുജാഹിദ് പ്രസ്ഥാനം ഒരുക്കമല്ല. മറിച്ചു വെച്ചോ 3 സംഘമേ. ഞാനിത് പറയുന്നത് ജമിയത്തുലുലമയുടെ ആസ്ഥാനത്ത് നിന്നുകൊണ്ടാണ്. ധൈര്യമുണ്ടെങ്കിൽ ഗണ്ണിച്ചോ. മുജാഹിദ് പ്രസ്ഥാനം 1 നൂറ്റാണ്ട് പറഞ്ഞ തൗഹീദിൽ ശിർക്ക് കലർന്നുവന്ന് മാലോകരോട് പ്രസംഗിക്കാം. എന്നിട്ട് പാതിരാ കുറുക്കന്മാരെ പോലെ പോയിട്ട് തൗബ ചെയ്യാ. നിങ്ങളെ കള്ളത്തൗബയും നിങ്ങളെ കള്ളപ്രചരണങ്ങളും കേരളത്തിലെ മുജാഹിദുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇലക്ഷൻ വരുമ്പോ നിങ്ങൾ ശിർക്കും തൗഹീദും പറഞ്ഞ് അധികാരം പിടിക്കാൻ വേണ്ടി ദീന് കൊണ്ട് കളിക്കല്ലേ. നിങ്ങൾ അല്ലാഹു വിടൂല. ഇവിടുന്ന് തന്നെ നിങ്ങൾ ഇത് കാണും. മനസ്സിലാക്കിക്കോ. നിങ്ങളെ കുതന്ത്രം ഇവിടെ വിജയിക്കാൻ പോകുന്നില്ല. നിങ്ങൾ തൗബ ചെയ്തിട്ട് കാര്യമുണ്ടോ? മുജാഹിദ് സമ്മേളനത്തിൽ ഒരു കുംഭസാര സെഷൻ തന്നെ വെക്കേണ്ടി വരും. എടോ, ഇത്ര കാലം നിങ്ങൾ പറഞ്ഞു നടന്നത് പടവൂരികൾക്ക് മറുപടി പറഞ്ഞില്ലേ? പോയി കുംഭസരിക്കണോ? സർക്കസുദ്ധാവയുടെ മുമ്പിൽ പോയി കുടില് കെട്ടി കുംഭസരിച്ചോ? SKSSFകാരന്റെ ഓഫീസിന്റെ മുമ്പിൽ പോയി കുടില് കെട്ടി കുംഭസരിച്ചോ? മുജാഹിദുകൾക്ക് നിങ്ങളെ കുംഭസാരം കേൾക്കണ്ട. നിങ്ങൾ 3 ആള് തിരുത്തിയത് കൊണ്ട് ഞങ്ങളെ തൗഹീദ് തിരുത്താൻ ഞങ്ങൾ ഒരുക്കമല്ല. ഞങ്ങള് ലോകത്തുടനീളമുള്ള സലഫി പണ്ഡിതന്മാർ പറഞ്ഞ തൗഹീദ് അതിലൊരു മാറ്റവും വരുത്താതെ കേയമ്പോഴി വക്കമ്പോഴി മുതൽ ഇന്നോളം ഞങ്ങൾ കാത്തു സൂക്ഷിച്ച തൗഹീദ് അതങ്ങനെ തന്നെ ഉണ്ടാവും. അതിൽ മാറ്റം വരുത്താൻ നിങ്ങൾ ശ്രമിക്കേണ്ടതില്ല. നിങ്ങൾ 3 സംഘം അറബി ഫത്വ കൊണ്ടുവന്നിട്ട് മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കല്ലേ. ആയത്തിങ്ങനെ ഓതുക. ശിർക്കിന്റെ ആയത്ത് ആദ്യം മുശ്രിക്കാക്കുക, എന്നിട്ട് തൗഹീദിന്റെ ആയത്ത് അങ്ങനെ ഓതുക. എന്നിനോട് സഹായം തന്നെ ശിർക്കാണെന്ന ഫത്വ എങ്ങനെ വായിക്കുക? ആളുകൾ വിചാരിക്കും ഇവരൊക്കെ ശിർക്കിലേക്ക് പോയി, ഇവരൊക്കെ ജന്നിനോട് സഹായം തന്നെ തുടങ്ങി. നിങ്ങളുടെ ഈ കള്ളത്തൗബ ആർക്ക് വേണം? ഞങ്ങൾ പ്രതികളായിക്കൊള്ളാം, ഞങ്ങൾക്ക് പ്രശ്നമല്ല. നിങ്ങൾക്കൊന്നും പ്രശ്നമല്ല. നക്കാപ്പിച്ചക്ക് വേണ്ടി ദീന് മാറ്റം നിങ്ങൾക്ക് എന്തെന്നാ പ്രശ്നം? ഞങ്ങൾക്ക് പ്രശ്നമാണ്. കണ്ടോ, സക്കരിയ സലാഹിക്ക് പ്രശ്നമാണ്. എന്താ? നമ്മളെ ക്ലിപ്പ് ഇടാൻ പറ്റൂല. നിങ്ങളെ ക്ലിപ്പ് ഞങ്ങൾ ഇടന്നെ ചെയ്യും. നിങ്ങൾ പിൻവലിക്കും. ഇന്ന സീഡിയിൽ പറഞ്ഞ ഇന്നത് തെറ്റാണ്, ഇന്ന സീഡിയിൽ പറഞ്ഞത് ഇന്നത് തെറ്റാണ്. ഞങ്ങൾ ഇടുന്നത് നിങ്ങളെ വാദം എന്നുള്ള ഇറക്കല്ല.
മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പഴയ വാദം. നേരത്തെ അനസല്ല പറഞ്ഞെന്താ, യാ ഇബാദല്ലാ അഗീസ് അഗീസ് എന്നൊക്കെ പറഞ്ഞാൽ ഇത് പണ്ടേ ഉള്ള ചോദ്യമാണ്, അതിന് പണ്ടേ കൊടുക്കുന്ന മറുപടിയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇടുന്നത്, അല്ലാതെ നിങ്ങളെ വാക്കിച്ചോർക്ക് കേൾക്കാൻ വേണ്ടി ഇടുകയല്ല. ഞങ്ങൾ ഇത് പറയുന്നത് മുജാഹിദ് പ്രസ്ഥാനം ഒന്നിച്ച് തൗബ ചെയ്താലും തീരില്ല. കഴിഞ്ഞ 13 നൂറ്റാണ്ടില് മുസ്ലിം പണ്ഡിതന്മാർ, അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ഏകകണ്ഠമായി പറഞ്ഞ കാര്യം എന്താ ഈ പറയുന്നത്? അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാരുടെ ഇജ്മാഇനെ ഇവർ ഗണ്ണിച്ചിരിക്കുന്നത്. ഒരൊറ്റ പണ്ഡിതനും അതിൽ ശിർക്ക് കണ്ടിട്ടില്ല. അൽബാനിയെ കോട്ടിമാറ്റാൻ ശ്രമിച്ചു. അത് മേലെ ഒരു വാചകം കൂടി വായിച്ചാൽ ആ പ്രശ്നം തീരും. ഞാൻ നേരെ ഇവിടെ കേൾപ്പിക്കുകയുണ്ടായി. ഇനി സുഹൃത്തുക്കളെ ഞാൻ പറയട്ടെ, ഇവരിപ്പോ പറയുന്നത് എന്താ അറിയോ? സക്കരിയ സലാഹി ഒരുപാട് അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളാണ്. അയാളുടെ പ്രബന്ധത്തിൽ എന്തെല്ലാം അന്ധവിശ്വാസങ്ങളുള്ളത്. ഞങ്ങളെ പ്രബന്ധം നിങ്ങൾക്ക് എവിടെ നിന്നും കിട്ടൂല. സക്കരിയ സലാഹിന്റെ പ്രബന്ധം നെറ്റിൽ കിട്ടും, എല്ലായിടത്തും കിട്ടും. യഥാർത്ഥത്തിൽ എന്താ, എന്റെ പ്രബന്ധത്തിൽ അന്ധവിശ്വാസമുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്റെ പ്രബന്ധം പുറത്തുവിടേണ്ടി വന്നു. എന്നോടത് പുറത്തുവിടരുതെന്ന് ജമിയത്തുമ്മ പറഞ്ഞിട്ടില്ല. 53 പേജുള്ള പ്രബന്ധം പച്ച മലയാളത്തിൽ എഴുതിയതാണ്. മുജാഹിദുകളായ സാധാരണക്കാർക്ക് പോലും വായിച്ചാൽ അറിയുന്നതാണ്. ഖുർആനും ഹദീസുമാണ് അതിലുള്ളത്. എനിക്ക് എന്റെ മടവൂർ വിഭാഗം സുഹൃത്തുക്കളോട് 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. ഈ ജിന്നും സിഹ്റുമായി ബന്ധപ്പെട്ട ഈ ചർച്ച നിങ്ങളത് ഞങ്ങൾക്കെതിരുള്ള തുരുപ്പ് ചീട്ട് മാത്രമായിട്ടാണ് വാസ്തവത്തിൽ ഉപയോഗിച്ചത്. അത് ഞങ്ങൾക്കെതിരുള്ള തുരുപ്പ് ചീട്ടായി ഉപയോഗിക്കുന്നതിന് പകരം അതിലുള്ള സത്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ജിന്നുബാധയുണ്ടോ? ഭ്രാന്തുണ്ടാക്കുമോ? ലോകമുണ്ടാക്കുമോ? അതിനൊക്കെ ശബാബിൽ തന്നെ പണ്ട് മറുപടി കൊടുത്തിട്ടുണ്ട്. അന്ധവിശ്വാസങ്ങളുടെ ലോകമെന്ന പുസ്തകത്തിൽ CM മൗലവി എഴുതുന്നു, മനുഷ്യനെ എല്ലാ ഭാഗത്തും കാണുകയും അതുപോലെ അവരിൽ പ്രവേശിച്ച് അവന്റെ ചിന്തയെയും മനസ്സിനെയും സ്വാധീനിച്ചും കബളിപ്പിച്ചും തെറ്റായ വിശ്വാസം ജനിപ്പിക്കുകയും ചെയ്യുന്ന കൂട്ടുകാരനെയാണ് മേൽവചനങ്ങൾ അനാവരണം ചെയ്യുന്നത്. വിഭ്രാന്തി, ഉന്മാദം, ഭയം, വ്യാധികൾ തുടങ്ങി നിരവധി ഭവിഷ്യത്തുകൾ പിശാച് അഥവാ ഇബ്ലീസ് ഉണ്ടാക്കി തീർക്കുമെന്നും അതിൽ നിന്നുള്ള പൂർണ്ണ മോചനം അള്ളാഹുവിൽ പൂർണ്ണ സമർപ്പണവും വിശ്വാസവുമാണെന്നും ഇസ്ലാം പഠിപ്പിക്കുന്നു. ശബാബ് 2001 ഡിസംബർ 14. കേട്ടോ? അപ്പൊ വിഭ്രാന്തി, ഉന്മാദം, മാനസിക രോഗമൊക്കെ ശൈത്താൻ ഉണ്ടാക്കുന്നതാണ്. നിങ്ങൾ ഇത് ഞങ്ങൾക്കെതിരുള്ള തുരുപ്പ് ചീട്ടായിട്ടാണ് ഉപയോഗിച്ചത്. എന്റെ മടവൂർ വിഭാഗം സുഹൃത്തുക്കളോട് ഞാൻ പറയാണ്, എന്താപ്പങ്ങൾ അങ്ങനെയുള്ള സുഹൃത്തുക്കൾ എന്നൊക്കെ വിളിക്കണത്? അതിനേക്കാളും വലിയ വിഷത്തിന്റെ ഉള്ളിലുണ്ട്. ഇപ്പൊ മനസ്സിലായി? പിന്നെന്തിനാ പോലോട് നമുക്ക് വിരോധം? മനസ്സിലായില്ലേ? അതുകൊണ്ട് എന്റെ സുഹൃത്തുക്കളോട് ഞാൻ പറയാണ്, നിങ്ങൾ വിഷയം സീരിയസ് ആയിട്ട് പഠിക്കണം. നിങ്ങൾ വെറും വാശിയുടെ പേരിൽ ഒരിക്കലും തന്നെ ഈ മാറി നിൽക്കരുത്. കണ്ടോ എന്താ എന്നിട്ട് അതിന് ശൈത്താൻ ബാധയുള്ള ഒരാൾ എങ്ങനെ പെരുമാറും? അതും അത് എഴുതുക, ശബാബ് തന്നെ എഴുതുക. തനിക്ക് വശമില്ലാത്ത ഭാഷകൾ സംസാരിക്കുക, ഭൂതകാല കാര്യങ്ങൾ പറയുക, പ്രത്യേക ചേഷ്ടകൾ കാണിക്കുക, രൗദ്രമായി പെരുമാറുക എന്ന് തുടങ്ങി പല അത്ഭുത പ്രതിഭാസങ്ങളും ഈ ഖരീൻ മൂലം ഉണ്ടാകാം. അപ്പൊ അതുണ്ടാകും. റസൂലുള്ളാഹിക്ക് സിഹ്ർ ബാധിച്ചത് വ്യക്തമായ ഹദീസ് ഉദ്ധരിച്ച് ശബാബ് പറഞ്ഞതാണ്. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൽ ആയത്ത് ഉദ്ധരിച്ച് നിങ്ങൾ ഇതൊക്കെ പഠിക്കണം, വായിക്കണം. ഇവിടെ ചുടുവെള്ളം ഒഴിക്കലും അതുപോലെ തന്നെ അതുപോലുള്ള ഒരുപാട് അന്ധവിശ്വാസങ്ങൾ പാമ്പിന്റെ രൂപത്തിൽ വരും, കറുത്ത പട്ടിയുടെ രൂപത്തിൽ വരും, കറുത്ത പൂച്ചയുടെ രൂപത്തിൽ വരും. അതൊക്കെ അനസ് മുസ്ലിയാരെ പ്രബന്ധത്തിലുള്ളത്, ഹനീഫ് കായക്കൊടിന്റെ പ്രബന്ധത്തിലുള്ളത്. അടിച്ചിറക്കലും അതുമായി ബന്ധപ്പെട്ടതൊക്കെ അതിലാ ഉള്ളത്. പിന്നെന്താ അറിയോ? ഹിഫ്ളുർ റഹ്മാന്റെ അടുത്തേക്ക് ആളയച്ചു എന്നാണ്. ഞാൻ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. അനസ് മുസ്ലിയാർ സുബൈർ ഡോക്ടറെ വിളിച്ചിട്ട് എത്ര സ്ഥലത്തേക്ക് റുഖിയ നടത്താൻ പോയിട്ടുണ്ട്. അതൊക്കെ ക്ലിപ്പ് സഹിതം ഞങ്ങൾ ആലുവയിൽ തെളിയിച്ചതാണ്. ഇൻഷാ അല്ലാഹ് സമയം കിട്ടിയാൽ നമുക്ക് ഇനിയും പറയാം. എത്രയോ മുജാഹിദുകള് ഡോക്ടർ സുബൈറിന്റെ അടുത്തേക്ക് പറഞ്ഞു. സക്കരിയ പറഞ്ഞത് മാത്രം അത് ഈ ചർച്ചയൊക്കെ നടക്കുന്നതിന് മുമ്പ്, അല്ലാതെ ഞാൻ അതിന്റെ ഒരു ഏജൻസി ഒന്നുമല്ല. അദ്ദേഹം തൗഹീദുള്ള നമ്മുടെ കേന്ദ്രമിന് വേണ്ടി വാദിച്ചിരുന്ന ഒരാളായതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് അയച്ചത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒരുപാട് വിഷയങ്ങൾ ഇനിയും സംസാരിക്കാനുണ്ടെങ്കിലും സമയം കഴിഞ്ഞതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ ഒരു പുണ്യകർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബ് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. സുഹൃത്തുക്കളെ, പരലോകം, മരണം അതൊക്കെ നാം ഓർക്കണം. ഇത് ദീനിന്റെ കാര്യമാണ്, ഇത് വാശിയുടെ കാര്യമല്ല, നമ്മുടെ പരലോകത്തിന്റെ കാര്യമാണ്. യഥാർത്ഥ ദീൻ കൂട്ടാതെ കുറക്കാതെ ഉൾക്കൊള്ളുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്താലേ നമുക്ക് നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് വളരെ ഗൗരവമായി സീരിയസ് ആയി ഈ വിഷയങ്ങൾ പഠിക്കണം, മനസ്സിലാക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ വാക്കിലോ എന്റെ സംസാരങ്ങളിലോ വല്ലതും ആർക്കെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ആദർശപരമായ രോഷമല്ലാതെ വ്യക്തികളോടോ
പ്രസ്ഥാനങ്ങളോടോ ഒരു വിദ്വേഷവും നമുക്കില്ല. അതുകൊണ്ട് ദീൻ പഠിക്കണം, മനസ്സിലാക്കണം, ഉൾക്കൊള്ളണമെന്നും മുൻവിധികൾ മാറ്റിവെച്ച് വിഷയങ്ങളെ സമീപിക്കണമെന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹുമ്മ അരിനൽ ഹഖ ഹഖൻ വർസുഖന ഇത്തിബാഅ വഅരിനൽ ബാതില ബാതിലൻ വർസുഖന ഇജ്തിനാബ വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.